അദ്ദേഹം മനുഷ്യനാണോ? കോന്നി വഴി പോകുമ്പോൾ ആ കോന്നിയുടെ സ്ഥലത്ത് ഇപ്പോൾ വന്ന് നോക്കിയാൽ രണ്ട് ഭാഗത്തുമുള്ള ധാരാളം കൃഷി സ്ഥലങ്ങളെല്ലാം നശിച്ച് വാഴകളെല്ലാം ഒടിഞ്ഞു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് വാഴകൾ. ജസ്റ്റ് ആ കൃഷിക്കാരനെ ഒന്ന് കണ്ട് അവനെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ അവന് കിട്ടുന്നൊരു ആശ്വാസമുണ്ടല്ലോ, അത് ആ നഷ്ടപ്പെട്ടവനെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഇവർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ദുരന്ത മുഖത്ത് പോലും അദ്ദേഹം കാട്ടുന്ന രാഷ്ട്രീയം ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് മുൻ മുഖ്യമന്ത്രിയെ നമ്മൾ ഓർക്കുന്നത്. ജിനീഷ്, ഇന്ന് താങ്കൾ ഈ വാർത്താ സമ്മേളനമൊക്കെ നടത്തി കഴിഞ്ഞ് മുഖ്യമന്ത്രി അതേക്കുറിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഒന്ന്, പത്തനംതിട്ടയിൽ നടന്നത് എംഎൽഎമാരുടെ യോഗമൊന്നുമല്ല, അവിടെ കുറേ എംഎൽഎമാരൊക്കെ വന്നിരുന്നു. അങ്ങനെ തിരക്കി പിടിച്ച് ജനീഷ് ചെന്നിരുന്നെങ്കിൽ ജനീഷിനും മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. രണ്ട്, ഏറ്റവും അധികം മഴക്കെടുതികൾ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് പോയത് എന്നത് അത് ശരിയുമാണ് കേട്ടോ, അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിലിട്ടു, മല്ലപ്പുഴശ്ശേരിയിൽ ആറന്മുളയിൽ അദ്ദേഹം 1:19 പൈലറ്റ് വാഹനം എത്തി, 1:20 മുഖ്യമന്ത്രി എത്തി, 1:22 അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ആ പറഞ്ഞത് സത്യമാണ്, ശരിയുമാണ്. അദ്ദേഹം അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കോന്നിക്ക് വരിക? മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ട ശേഷം ജനീഷ് കുമാറിന് പറയാൻ തോന്നുന്നത് എന്താണ്? താങ്കളുടെ ഇനിയത്തെ മറുപടി എന്താണ്? അല്ല, അവിടെ MLA-മാരെ വിളിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ലയിലെ 4 MLA-മാരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ MLA-മാരെ വിളിക്കാത്ത കോൺഗ്രസിൻ്റെ കുറേ അധികം DCC സെക്രട്ടറിമാർ, മണ്ഡലം സെക്രട്ടറിമാർ, അങ്ങനെയുള്ള കുറേ ആളുകൾ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു യോഗമായിരിക്കാം, അതായിരിക്കാം ഉദ്ദേശിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചത് കോന്നി MLA വിളിക്കേണ്ടതില്ല. അപ്പോൾ വിളിക്കേണ്ടതില്ല എന്ന് പറയാൻ കാരണം അതിനു മുമ്പ് വിഷ്ണുനാഥ് പങ്കെടുത്ത യോഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ വെച്ചു. അതിനെ വിമർശനമായിട്ടൊന്നും കരുതല്ലേ. നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. കോന്നിയിലെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറെ വൈദ്യുതി പോസ്റ്റുകളെല്ലാം നഷ്ടപ്പെട്ടു, വൈദ്യുതി തടസ്സം നിന്നു. അവിടുത്തെ സെക്ഷനിലുള്ള 6-10 ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇതൊന്നും നടക്കില്ല. പുറത്തുനിന്ന് ജീവനക്കാരെ കൊണ്ടുവരണം. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചു. കൃഷി ഓഫീസർമാർ പോലും സ്ഥലത്തില്ല. അപ്പോൾ അവിടെ പുറത്തുനിന്ന് കൃഷി വകുപ്പ് ജീവനക്കാരെ കൊണ്ടുവരണം, അതിൻ്റെ കണക്കെടുക്കണം. അതോടൊപ്പം തന്നെ പലയിടത്തും വില്ലേജ് ഓഫീസർമാരില്ല, പഞ്ചായത്ത് സെക്രട്ടറിമാരില്ല. ഈ കാര്യം ജീവനക്കാരെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞു പോയി. പക്ഷെ ഒന്നും നടപ്പിലായിട്ടില്ല, ഇതുവരെ നടപ്പിലായിട്ടില്ല. അപ്പോൾ ആ വിവരങ്ങൾ സൂചിപ്പിക്കും, ഈ യോഗത്തിൽ സൂചിപ്പിക്കും എന്ന ധാരണയിലാവാം അത് വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. പിന്നീട് കോന്നി വഴിയാണ് അദ്ദേഹം പോയത്. അദ്ദേഹം മനുഷ്യനാണോ? കോന്നി വഴി പോകുമ്പോൾ ആ കോന്നിയുടെ സ്ഥലത്ത് ഇപ്പോൾ വന്ന് നോക്കിയാൽ രണ്ട് ഭാഗത്തുമുള്ള ധാരാളം കൃഷി സ്ഥലങ്ങളെല്ലാം നശിച്ച് വാഴകളെല്ലാം ഒടിഞ്ഞു നിൽക്കുകയാണ്. ആയിരക്കണക്കിന് വാഴകൾ. ജസ്റ്റ് ആ കൃഷിക്കാരനെ ഒന്ന് കണ്ട് അവനെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ അവന് കിട്ടുന്നൊരു ആശ്വാസമുണ്ടല്ലോ, അത് ആ നഷ്ടപ്പെട്ടവനെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഇവർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അദ്ദേഹം കോന്നി വഴി പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉരുളുപൊട്ടി, ഏറ്റവും കൂടുതൽ വീടുകൾ ഈ ജില്ലയിൽ പൂർണ്ണമായി നഷ്ടപ്പെട്ട മണ്ഡലം കോന്നിയാണ്. ധാരാളം മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു, സംരക്ഷണ ഭിത്തി പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലം വഴി പോകുമ്പോൾ പോലും അവിടെ കയറുന്നില്ല. ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥരെ യോഗം വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല, അറിയിപ്പ് ഇല്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ദുരന്തമുഖത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾ, ദുരന്തമുഖത്ത് പോലും അദ്ദേഹം കാട്ടുന്ന രാഷ്ട്രീയം. ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് മുൻ മുഖ്യമന്ത്രിയെ നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹം ആ ദുരന്തം, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം 2018 ഉണ്ടായപ്പോൾ പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് വന്നത്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ വരുമ്പോൾ തൊട്ട് സൈഡിൽ രമേശ് ചെന്നിത്തല, അന്നത്തെ പ്രതിപക്ഷ നേതാവിനെയും കൂട്ടിയാണ് വന്നത്. ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. പിന്നീട് അങ്ങ് ഒന്നിച്ചു പോവുകയായിരുന്നു. അതാണ് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ചു. ഇപ്പം ക്യാമ്പുകളുടെ അവസ്ഥയെന്ന്, ഇപ്പം ഞാൻ പോട്ടെ, ഞാൻ പ്രതിപക്ഷ MLA ആണെന്ന് പറയാം. അബിൻ വർക്കി ഇന്നലെ എന്താ പറഞ്ഞത്? റവന്യൂ വകുപ്പ് കൂടുതൽ ഊർജ്ജസ്വലമായി ഇടപെട്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കൂ. റവന്യൂ വകുപ്പ് ഇടപെടണം. ആദ്യ ദിവസമൊക്കെ റാന്നിന്ന് പഴകുളം മധു ന്യായീകരിക്കാനുണ്ടായിരുന്നു. ഇന്ന് ഒരു ചാനലും പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്കും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ഇന്നെല്ലാം
KSUക്കാരെ യൂത്ത് കോൺഗ്രസ്സുകാരെ ന്യായീകരിക്കാൻ വിട്ടേക്കുന്നത്. ജനപ്രതിനിധികൾക്ക് പോകാൻ കഴിയുന്നില്ല. അതുതന്നെയാണ് ആലപ്പുഴയിലെ സ്ഥിതി. ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ സ്ഥിതി എന്താ? ആരോടും പറയേണ്ട കാര്യമില്ല. ഒരു കണ്ണുപൊട്ടനും മനസ്സിലാക്കുന്ന നിലയിലല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ആ ഡാം തുറന്നു വിട്ടു 3 ഡാമുകൾ തുറന്നു വിട്ടതിന് ശേഷമാണ് റാന്നി ടൗണിൽ വെള്ളം കയറുന്നത്. മുമ്പ് എന്തായിരുന്നു? 2018 ഈ അനുഭവം ഉണ്ടായി. അതിനുശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നേങ്ക റെഡ് അലേർട്ട് വരുന്നു. റെഡ് അലേർട്ട് വരുമ്പോൾ തന്നെ ഈ 3 ഡാമുകളുടെയും സംഭരണ ശേഷി കൂട്ടും. തോട്ടപ്പള്ളിയിലെ ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങൾ ആലപ്പുഴയിൽ പറയുന്നത് പോലെ പത്തനംതിട്ടയിൽ ചെയ്യുന്നത് എന്താ? മൂഴിയാറും അതോടൊപ്പം തന്നെ അള്ളുങ്കലും കാരികയും ഉൾപ്പെടെ 3 ഡാമുകളിലെ വെള്ളം മഴ അല്ലാത്ത സമയത്ത് പകലെ തുറന്നു വിട്ട് അവിടെ ശേഖരിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കും, അവിടെ സംഭരിക്കും. ഇപ്പോൾ അതുണ്ടായിട്ടില്ല. അതിനുണ്ടാകത്തതിൻ്റെ ഭാഗമായി കാരികയം ഡാമിൽ നിന്നും പമ്പയാറ്റിലേക്ക് പോകുന്നത് കേവലം 80 കുബിക്ക് വെള്ളമായിരുന്നുവെങ്കിൽ ഇന്ന് ആ ഡാം തുറന്ന 750 കുബിക്ക് വെള്ളമാണ് പമ്പയാറ്റിലേക്ക് എത്തി റാന്നി ടൗണിൽ വെള്ളം കയറിയത്. ആ പാവപ്പെട്ട വ്യാപാരികൾ കണക്കെടുക്കാൻ പറ്റാത്തത്രയും നഷ്ടമാണ്. ഒരു കണക്കും എടുക്കാൻ കഴിയുന്നില്ല, വലിയ നഷ്ടം. അപ്പോൾ അതുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇന്നലെയും പ്രഹസനമല്ലായിരുന്നോ? പ്രഹസനം അവിടെ വന്ന് കോൺഗ്രസ്സുകാരെല്ലാം കൂട്ടി നിവേദനം വാങ്ങിച്ചു വെക്കൂ നമ്മൾ കണ്ടല്ലേ ജനീഷ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ദൃശ്യം. താങ്കളിലൂടെ ദുരന്ത നിവാരണ ചെയർമാനായ ജില്ലാ കളക്ടർ പോലും ആ വേദിയിൽ എത്താൻ കഴിയില്ല. ഞാൻ താങ്കൾ തന്നെ അത് ജനങ്ങളുടെ മുമ്പാകെ ഒരു വീഡിയോ താങ്കളുടെ പോസ്റ്റ് FBയിൽ കാണാനിടയായി. അതായത് മുഖ്യമന്ത്രിക്ക് അടുത്ത് ഇതുപോലൊരു ദുരന്തം കൈകാര്യം ചെയ്യുന്ന സമയത്തുണ്ടാകേണ്ടത് അവിടുത്തെ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോലും എത്താൻ കഴിയാതെ അദ്ദേഹം കൈയും കെട്ടി മാറി നിൽക്കേണ്ടി വരുന്നു. ഒപ്പം ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് DCC ആഫീസിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം ഒരുക്കിയതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണെന്ന് തോന്നുന്നു. ആ ആശുപത്രിക്കകത്ത് കോൺഗ്രസ്സുകാരെല്ലാവരും കൊടിയുമായി കയറി ആരോഗ്യമന്ത്രിക്ക് അവിടെ സ്വീകരണം കൊടുക്കും മട്ടിലാണ് ജില്ലാ കളക്ടർ നിസ്സഹായനായി മാറി നിൽക്കുന്നത് താങ്കളിലൂടെ തന്നെ കാണാനിടയായ ഒരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു. ആ കാലത്തൊക്കെ തുടർന്ന് ഇങ്ങോട്ട് ഓരോ വർഷവും കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി എന്ന നിലയിൽ രാജൻ മുഖ്യമന്ത്രിക്കൊപ്പം മറ്റു മന്ത്രിമാർക്കൊപ്പം റവന്യൂ മന്ത്രിക്ക് വലിയൊരു ചുമതലയും വലിയ ഉത്തരവാദിത്തമുണ്ട് ഈ ഏകോപനത്തിൽ. വ്യക്തതയോടെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നിരന്തരം ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക, മുഖ്യമന്ത്രി കൊടുക്കുന്ന നേതൃത്വത്തിനൊപ്പം നിന്നുകൊണ്ട് വിശദീകരിക്കുക. ഇവിടെ റവന്യൂ മന്ത്രി എവിടെയാണ്? റവന്യൂ മന്ത്രി ചിത്രത്തിലില്ല എന്നൊരവസ്ഥ കൂടിയുണ്ട്. ഏറ്റവും അധികം ജനങ്ങളിലേക്ക് വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചുമതലപ്പെട്ട മുഖ്യമന്ത്രിയെപ്പോലെ അല്ലെങ്കിൽ രണ്ടാമൻ റവന്യൂ മന്ത്രിയാണ്. അദ്ദേഹം എവിടെ? നിങ്ങളുടെയൊക്കെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഈ പത്തനംതിട്ടയിലെ ഒരു അനുഭവത്തിൽ നിന്ന്, മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ജില്ലാ കളക്ടറുടെ അവസ്ഥ ഇത്. റവന്യൂ മന്ത്രിയെ കാണാനില്ല. ക്യാമ്പുകളുടെ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടി ഒന്ന് കേൾക്കണമെന്നുണ്ട് ജില്ലയുടെ പശ്ചാത്തലത്തിൽ, ജില്ലയുടെ അവസ്ഥ വെച്ച് ജനീഷ്. അതെ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിക്കുമ്പോൾ റവന്യൂ മന്ത്രി, ആരോഗ്യമന്ത്രി ഇവരൊക്കെ ഉണ്ടാവും, ചീഫ് സെക്രട്ടറി എല്ലാം ഉണ്ടാവും. ഈ യോഗത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് കൂടി എന്ന് പറയുന്ന യോഗത്തിൽ എവിടെ റവന്യൂ മന്ത്രി, ആരോഗ്യമന്ത്രി എവിടെ? ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കേവലമായ രാഷ്ട്രീയമല്ല ശരത്തെ. ഈ പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം. സത്യത്തിൽ തകർന്ന് നിൽക്കുക സാധാരണ ജനങ്ങൾ. ഒരു മാർഗവുമില്ല. സാധാരണ ജനങ്ങൾ മനസ്സ് തകർന്ന് നിൽക്കുക, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവനെ അവൻ്റെ വേദന അറിയൂ, അവൻ്റെ വേദന മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ ഘട്ടമാണ്. ഇവിടെ റവന്യൂ സെക്രട്ടറി ഇല്ലെന്നേ. ഈ ദുരന്തം നടക്കുന്ന ഈ സമയത്ത് റവന്യൂ സെക്രട്ടറി ഇവിടെ ഇല്ല. 18 പ്രളയമുണ്ടായപ്പോൾ ഇവിടെ ഉയർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ധാരാളം ആളുകളെ മുമ്പുണ്ടായിരുന്ന കളക്ടർമാർ ഉൾപ്പെടെയുള്ള ഇവിടെ പോസ്റ്റ് ചെയ്തു. ഒരു വകുപ്പിൻ്റെയും ഒരു സ്റ്റേറ്റ് തല ഓഫീസർമാരും ഇവിടെ എത്തിയിട്ടില്ല, ഒരാളും എത്തിയിട്ടില്ല. ഇവിടെ ഇതെല്ലാം കോൺഗ്രസ്സുകാരുടെ കുടുംബക്കാര്യം പോലെ അവരിങ്ങനെ ഒരു പ്രചരണം നടത്തി ഓരോ ലൊക്കേഷൻ പോയി സെറ്റ് ചെയ്യുകയാണ്. ഇന്നലെ വന്നതിന് ശേഷം എന്ത് പ്രഹസനമായിരുന്നു എല്ലാം കണ്ടില്ലേ? ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ പറഞ്ഞില്ലേ നമ്മുടെ മല്ലപ്പുഴശ്ശേരിയിലുണ്ടായിരുന്ന ലൊക്കേഷൻസ്. അതിനുശേഷം റാന്നിന് ശേഷം തിരുവല്ലയിൽ ചെന്നത് എവിടെയാ? 12 ആളുള്ളൊരു ക്യാമ്പിലാണ് കയറിയത്. ആ 12 ആളുള്ളൊരു ക്യാമ്പിൽ, ഇവരുടെ മാത്രം നിയന്ത്രണത്തിലുള്ള ഒരു ക്യാമ്പിൽ അപ്പുറത്ത് 400-700 ആളുകളുള്ള ക്യാമ്പൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയെങ്ങും പോയില്ല. ആ ക്യാമ്പിൽ പോലും ചെന്നപ്പോൾ ഒരു പാവപ്പെട്ടവൻ
ആ പാവപ്പെട്ടവൻ എന്തോ ഒന്ന് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ രാവിലെ 2 എണ്ണം അടിച്ചിട്ടാ വന്നതെന്ന് തോന്നുന്നു. എന്ത് പരിഹാസമാണ്! ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യാവോ? ഇന്ന് മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ മത്സ്യത്തൊഴിലാളികളെ പരിഹസിക്കുന്നു. ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമാണ്. എന്ത് ചോദിച്ചാലും ഞങ്ങൾ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, ഞങ്ങൾ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ആ മറുപടി പറഞ്ഞാൽ പോരാ. ഞാൻ പറയുന്നു, ഇപ്പോൾ റജി ചെറിയാൻ പറഞ്ഞു, റജി ചെറിയാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നേ. ഞാൻ പല മന്ത്രിമാരെയും വിളിച്ചു. കൂടുതൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാരെ കിട്ടുമെന്നറിയാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ വിളിച്ചു. ഭാഗ്യം കൊണ്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല. ഞാൻ ഈ പറയുന്ന കൃഷി വകുപ്പ് മന്ത്രിയെ വിളിച്ചു. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി, പാവപ്പെട്ട കർഷകർ, അവർക്ക് കുറേ നിങ്ങൾ ജീവനക്കാരെ കൂടി തരണം. ആള് ഫോൺ എടുത്തില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇത് താരതമ്യത്തിൻ്റെ പ്രശ്നമല്ല, മനുഷ്യൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങളുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഗവൺമെൻറ് നിർവഹിക്കാത്തതിൻ്റെ ഭാഗമായി 10,000-കണക്കിന് പാവപ്പെട്ടവനാണ് ദുരിതത്തിൽ ജീവിക്കുന്നത്. അതാണ് പ്രശ്നം. ഒരു കാര്യം കൂടി അത് കഴിഞ്ഞ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ റെസ്പോൺസ് കൂടി എടുത്തുകൊണ്ട് താങ്കളിലേക്ക് വരാം. അതായത് റവന്യൂ സെക്രട്ടറി സ്ഥലത്തില്ല എന്ന് താങ്കൾ പറഞ്ഞത് എന്തുദ്ദേശത്തിലാണ്? എന്താണ് ഉദ്ദേശിച്ചതുകൊണ്ട്? ആ ജീവൻ ബാബു ആയിരുന്നു റവന്യൂ വകുപ്പ് സെക്രട്ടറി. അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ പോയി, കേന്ദ്ര സർവീസിലേക്ക് പോയി. പകരം ഒരു റവന്യൂ സെക്രട്ടറിയെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. ഇപ്പോൾ പൊതുഭരണ വകുപ്പിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒക്കെ ചുമതലയുള്ള ആൾക്ക് അധിക ചുമതല കൊടുത്തിരിക്കുകയാണ്. റവന്യൂ സെക്രട്ടറിയുടെ കൂടി റവന്യൂ സെക്രട്ടറി ഇല്ല. ഈ റവന്യൂ സെക്രട്ടറിയാണ് ഇതിൻ്റെ എല്ലാം കോർഡിനേഷൻ നടത്തേണ്ട ആള്. അദ്ദേഹം ആ പോസ്റ്റിൽ അധിക ചുമതല ആളിരിക്കുക, സ്വതന്ത്ര ചുമതലയിൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ്. ആ സ്ഥാനത്ത് ആളില്ല ഇപ്പോൾ കേരളത്തിൽ. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ റവന്യൂ മന്ത്രി പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഗംഭീരമായിട്ടുണ്ട്, ജോറായിട്ടുണ്ട് എന്നേ പറയാനുള്ളൂ.